Hi children, welcome back to Lexnova Physics Revision Series. നമ്മൾ 15 മിനിറ്റുള്ള വീഡിയോസിൽ ആവറേജ് ഒരു വീഡിയോയിൽ 10 മാർക്ക് വെച്ച് സെക്യൂർ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ റേ ഒപ്റ്റിക്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് 10 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കും. നമുക്കത് തുടങ്ങാം അല്ലേ? ശരി. ഇതിനകത്ത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ആണുള്ളത്. റിഫ്ലക്ഷനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അപ്പം മിറർ ഇക്വേഷനാണ്. മിറർ ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണേ. ഇങ്ങനെ മിറർ, ഇതതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ് എഫ്, സെൻറ്റർ ഓഫ് കർവേച്ചർ സി. അവിടെ നിങ്ങൾ എഫ് = r/2 എന്ന ഇക്വേഷൻ ഓർത്തിരിക്കണേ. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ടാക്കാൻ പോവുകയാണ് മിററിനെ. അപ്പോൾ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വയ്ക്കുന്നു. ഇമേജ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായ ഒരു ലൈറ്റ് റേ എടുക്കുന്നു. അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. പിന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ മിററിൽ വീഴുന്ന ലൈറ്റ് അതേപോലെ തിരിച്ചു വരുന്നു. അപ്പോൾ ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്ന ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. ഇനി ഇങ്ങനെ ഒരു ലൈറ്റ് റേ കൂടെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇത് ഒബ്ജക്റ്റാണ്, OA എന്നെടുക്കുന്നു. ഇത് ഇമേജാണ്, IB എന്ന് ഞാൻ എടുക്കുന്നു. ഇത് പോളാണ്, P എന്നെടുക്കുന്നു. ഇത് M എന്നെടുക്കുന്നു. PM വിൽ ബി വെരി സ്മോൾ ആൻഡ് വിൽ ബി ഈക്വൽ ടു OA. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമ്മൾ അതിനകത്ത് സിമിലർ ട്രയാങ്കിൾസ് കണ്ടെത്തുകയാണ്. ട്രയാങ്കിൾസ് OAP and triangle IBP are similar. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ഞാൻ ഇക്വേറ്റ് ചെയ്യുകയാണ്. OA / IB will be equal to OP എന്ന ഈ ദൂരത്തെ നമ്മൾ ഇത് U ആയിട്ട് എടുക്കുന്നു. ഇത് F ആണെന്ന് നമുക്കറിയാം. ഇമേജ് ഉണ്ടായിരിക്കുന്ന ഈ സ്ഥലത്തെ V ആയിട്ട് എടുക്കുന്നു. സോ ദാറ്റ് വിൽ ബി U / ഈ ദൂരം, ദാറ്റ് ഈസ് V. ഇനി അടുത്ത സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ എടുക്കുന്നത് നോക്കുക. ട്രയാങ്കിൾസ് ഇവിടെ PMF ആൻഡ് ട്രയാങ്കിൾ FIB. ഇത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നന്നായി ശ്രദ്ധിച്ച് നിങ്ങളത് പഠിക്കുക. അവിടെയും നിങ്ങൾക്ക് OA/IB കണ്ടെത്താം. OAയിൽ ഇവിടെ PM ആയിരിക്കും എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ദൂരം F / ഈ ദൂരമാണ് വരേണ്ടത്. അത് V - F ആയിരിക്കും. സോ ഇറ്റ് ഈസ് V - F. സോ ദാറ്റ് ഈസ് UV - UF = VF എന്ന് കിട്ടുന്നു. ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. UVF കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/F = 1/V + 1/U എന്ന് കിട്ടുന്നു. ഇത് ചെയ്ത് പഠിച്ചു വെക്കണം. മിററുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ്. ഇനി നമ്മൾ റിഫ്രാക്ഷനിലേക്ക് പോവുകയാണ്. റിഫ്രാക്ഷനിൽ you just imagine light refracting from water to air, that is from a denser medium to a rarer medium, from refractive index N1 to N2. Imagine light falls like this. This is the normal. This would have been the path. ഇങ്ങോട്ടാണ് denser to rarer away from normal. So this is the angle of incidence. This is the angle of refraction, and you know sin I by sin r is equal to N2/N1, the Snell's law. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയോ? ഇൻ കേസ് ഇഫ് I increases, R also increases. So for some particular angle of incidence, say critical angle, this is the angle of refracted ray, means R will be equal to 90. ഇനി ഇതിലും കൂടിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നാൽ ഇങ്ങോട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരും. സോ ദാറ്റ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്.
അപ്പോൾ ഇവിടെ നിങ്ങൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൈൻ സി ഡിവൈഡഡ് ബൈ സൈൻ 90 ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം 1 divided by refractive index of the first medium. So you have this equation also. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒരു കാര്യം ഓർക്കണേ, ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിൽ കൊടുത്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതേപോലെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും ഐഡിയാസ് ടു ബി ബൈ ഹാർട്ടഡ് എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. അതും എടുത്ത് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് റിഫ്രാക്ഷനിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പ്രിസമാണ്. പ്രിസത്തിൻ്റെ ചിത്രവും നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കണം. ഇതാണ് പ്രിസം. പ്രിസത്തിലേക്ക് ഇങ്ങനെ പ്രകാശം വീഴുന്നു. ഇങ്ങനെ പോവേണ്ടിയിരുന്ന പ്രകാശമായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വരയ്ക്കുന്നു. സോ ഇറ്റ് റിഫ്രാക്ട്സ് ദിസ് വേ. ദിസ് ഈസ് ദ സെക്കൻഡ് നോർമൽ. ഇറ്റ് റിഫ്രാക്ട്സ് ഔട്ട് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് റിഫ്രാക്ഷൻസ് ഉണ്ട്. സോ ദിസ് ഈസ് I1, ദിസ് ഈസ് I2, ഇത് R1, ഇത് R2, ഓക്കെ, ഇത് N, ഇത് A ആയിട്ട് എടുക്കുക. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ചിത്രം വരയ്ക്കാനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇനി ചിത്രത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം R1 + R2 = A എന്ന കാര്യം എഴുതാൻ പറ്റും. അതേപോലെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ഈ ഡീവിയേഷൻ ആംഗിൾ D = I1 + I2 - A എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡീവിയേഷനും ചേർന്ന ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. That means there is a minimum deviation position. ഒരു പ്രത്യേക ആംഗിളിൽ മിനിമം ഡീവിയേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ എന്താണെന്നറിയോ? R1 = R2 = R ആയിരിക്കും. I1 = I2 = I ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമുക്കപ്പോൾ റീറൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് R = A/2 എന്ന് കിട്ടും. ഇത് റീറൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് I = A + D/2 എന്ന് കിട്ടും. Now if you are applying Snell's laws, N is equal to sin A + D/2 sin A + D/2 divided by sin A/2. ഇതിൻ്റെ ഡെറിവേഷനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഈ സ്റ്റെപ്പുകൾ മിസ് ഔട്ട് ആവാതെ നിങ്ങളിത് പഠിച്ചാൽ മാർക്ക് ഷുവറാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വി വർ ടോക്കിംഗ് അബൌട്ട് റിഫ്രാക്ഷൻ ഓൺ എ സ്ട്രൈറ്റ് എഡ്ജ്. ഇനി റിഫ്രാക്ഷൻ ഓൺ എ കർവ്ഡ് എഡ്ജ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നിങ്ങളെ പരീക്ഷയ്ക്ക് +2 പരീക്ഷയ്ക്ക് ഏറ്റവും ശ്രദ്ധാപൂർവം തെറ്റിപ്പോവാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണത്. ഇതും പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കർവ്ഡ് എഡ്ജ് വരയ്ക്കുന്നു. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആയി വരേണ്ട ലൈനാണ് ഞാനിപ്പോൾ വരച്ചത്. അവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു O. സോ ദ ലൈറ്റ് ഫാൾസ് ഓൺ ദി കർവ്ഡ് എഡ്ജ്. അവിടുന്ന് ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. സോ ഇഫ് ഐ ഡ്രോ എ നോർമൽ ഇറ്റ് കംസ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെ ആയിരുന്നു പ്രകാശം പോവേണ്ടിയിരുന്നത്. അപ്പോൾ പ്രകാശം ഇങ്ങോട്ട് റിഫ്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നു എന്ന് സങ്കല്പിക്കുക. സോ വി സേ ആൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദിസ് പോയിൻറ്റ്. സോ ദിസ് ഈസ് ദ, ഇവിടുന്നാണ് പോയിന്റുകൾ നമ്മൾ അളക്കുക. സോ ഇറ്റ് ഈസ് M. ദിസ് ഈസ് ദി നോർമൽ. MN വളരെ ചെറുതാകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. This distance is the object distance U. This distance is the image distance V. And this distance is the radius of curvature R. അപ്പോൾ നമുക്കറിയേണ്ടത് how U, V, R are related through this is a refraction from N1 to N2. ഓക്കെ, ഇത് ഡെൻസറാണ്, ഇത് റെയറാണ്, ഇത് ഡെൻസറാണ്. ഇതൊരു ഗ്ലാസിൻ്റെ സർഫസ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ ലെൻസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നോക്കുക, ഇനി നമ്മൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ആംഗിൾസ് ഉപയോഗിച്ചിട്ടാണ് ബന്ധിപ്പിക്കുക. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന ആശയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുക.
ഓക്കെ, ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്കും ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇറ്റ് ഈസ് MN ഡിവൈഡഡ് ബൈ R. ഇനി ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് MN ഡിവൈഡഡ് ബൈ V എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സൈൻ I ബൈ സൈൻ R. സോ I ബൈ R എന്ന് നമ്മൾ എടുക്കുന്നത്. ബിക്കോസ് I ആൻഡ് R വിൽ ബി വെരി സ്മോൾ ഇൻ ആൻ ആക്ച്വൽ സിറ്റുവേഷൻ. ദിസ് വിൽ ബി ഈക്വൽ ടു N2 ബൈ N1 എന്നാണ്. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. N1 ഇൻറ്റു, ഇനി ഇവിടെ I ആണ് വേണ്ടത്. I എന്ന് പറയുന്ന ഈ ആംഗിളാണ്. അത് ദാറ്റ് ഈസ് എൻ എക്സ്റ്റീരിയർ ആംഗിൾ ഫോർ ദീസ് ടു ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടും. സോ ഇറ്റ് വിൽ ബി MN ഡിവൈഡഡ് ബൈ U പ്ലസ് MN ഡിവൈഡഡ് ബൈ R. ദിസ് ഈസ് ഈക്വൽ ടു N2 ടൈംസ് R എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അത് ശരിക്കും ഇൻറ്റീരിയർ ആംഗിളാണ്. അപ്പോൾ C എന്ന് പറയുന്നത് R പ്ലസ് ഇതായിരിക്കും. സോ R എന്ന് പറയുന്നത് C മൈനസ് I എന്ന് പറയുന്ന ആംഗിൾ ആയിരിക്കും. ദാറ്റ് ഈസ് MN ഡിവൈഡഡ് ബൈ R മൈനസ് MN ഡിവൈഡഡ് ബൈ V. ഇതാണ്. നൗ വി ഹാവ് ടു റീഅറേഞ്ച് ദിസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ആറിൻ്റെ ഭാഗം അങ്ങോട്ട് കൊണ്ടുവന്നു, വിയെ ഇങ്ങോട്ട് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ സൈൻ കൺവെൻഷനും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം ശരിക്കും. സോ ഇറ്റ് വിൽ ബി N2 ബൈ വി മൈനസ് N1 ബൈ യു ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R. ഇതാണ് കർവ്ഡ് സർഫസിലുള്ള റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ. ഈ കർവ്ഡ് സർഫസിലുള്ള റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഇനി ഒരു ലെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്തെടുക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ലെൻസിൽ എന്താ സംഭവിക്കുക എന്നറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് വരുന്നു. ഇവിടെ നിങ്ങളൊരു ഒബ്ജക്റ്റ് വയ്ക്കുന്നു, അവിടെ നിന്ന് പ്രകാശം ഇങ്ങോട്ട് വരുന്നു, എന്നിട്ട് ആദ്യത്തെ സ്ഥലത്ത് നിന്ന് റിഫ്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരുന്നു വീഴേണ്ടിയിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് ഇവിടെ വെച്ചിട്ട് ഒരു റിഫ്രാക്ഷനും കൂടെ നടന്നിട്ട് ഇങ്ങോട്ട് വീഴുന്നു. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ഓൺ എ ലെൻസ് ലൈറ്റ് ഹാസ് 2 റിഫ്രാക്ഷൻസ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ദി ഇമേജ് ഓഫ് ദ ഫസ്റ്റ് റിഫ്രാക്ഷൻ സെർവ്സ് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് റിഫ്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കണേ നിങ്ങൾ. ദിസ് ഈസ് യു. ആദ്യത്തെ റിഫ്രാക്ഷൻ്റെ ഇമേജ് ഇവിടെയാണ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് V1 എന്ന് ഞാൻ എഴുതുന്നു. ഇതാണ് രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ ഒബ്ജക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഹിയർ യു ഗെറ്റ് ദ ഇമേജ്. അപ്പോൾ ഇത് I1 ആണ്, ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇമേജാണ്. അപ്പോൾ ദിസ് ഈസ് V എന്നും കിട്ടുന്നു. ആ സൈൻ പിന്നെ V1 എന്നെല്ലാം ഇട്ടത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി രണ്ട് റിഫ്രാക്ഷനും ഇതേപോലത്തെ ഇക്വേഷൻ എഴുതുകയാണ് ഞാൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ റിഫ്രാക്ഷൻ ഫ്രം ഫസ്റ്റ് റിഫ്രാക്ഷൻ ഈസ് ഫ്രം N1 ടു N2 ആൻഡ് സെക്കൻഡ് റിഫ്രാക്ഷൻ ഈസ് ഫ്രം N2 ടു N1. ആ കാര്യം നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. നിങ്ങളിത് നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം. N2 ബൈ V എന്ന് പറയുന്നത് ഇവിടെ V1 ആയിരിക്കും, മൈനസ് N1 ബൈ U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R. ഇത് ഫസ്റ്റ് റിഫ്രാക്ഷനാണ് ഇവിടെ കാണുന്നത്. ഫോർ ദി സെക്കൻഡ് റിഫ്രാക്ഷൻ ഇറ്റ് ഈസ് N1 ഡിവൈഡഡ് ബൈ V മൈനസ് N2 ഡിവൈഡഡ് ബൈ V1. ഇത് ക്യാൻസലായി പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആ ടോപ്പിക്കിന് അല്ലെങ്കിൽ ആ ടേം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, നിങ്ങൾ ഓർത്തിരിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ R. ഇവിടെ രണ്ട് സ്ഥലത്തിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ വ്യത്യാസമുണ്ടാവും. സോ ഇറ്റ് ഈസ് ജനറലായിട്ട് നമ്മൾ R1 R2 എന്ന് ചേർക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നു. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്തായിരിക്കും എന്നറിയാം, 1 ബൈ V മൈനസ് 1 ബൈ U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2 എന്നാണ്. ഇതാണ് നമുക്ക് ഇക്വേഷനായിട്ട് കിട്ടുക. എനിക്ക് കുറച്ചുകൂടെ സ്ഥലം എഴുതാൻ വേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ മായ്ക്കുകയാണ്, ഇത് മായ്ച്ച് കളയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എഴുതുന്നത് നോക്കുക. അപ്പോൾ ഈ സൈഡ് പിന്നെ നമുക്കറിയാം U ഇൻഫിനിറ്റി ആണെങ്കിൽ ഇത് 1 ബൈ F ആയിരിക്കും. V F എന്ന് പറയുന്നത് F ആയിരിക്കും.
So I get it as 1 by f is equal to n2 minus n1 divided by n1 into 1 by r1 minus 1 by r2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ദ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ റേഡിയസ് ഓഫ് കർവേച്ചർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ്സ്. ഇനി സറൗണ്ടിങ്സിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴെങ്കിലും n2വിനേക്കാൾ കൂടുതലാകുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസും കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസുമായിട്ടൊക്കെ ബിഹേവ് ചെയ്യും. ഇനി ഈ രണ്ട് ഇക്വേഷൻ്റെയും കൂടെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല കിട്ടും. 1 by f ഈസ് ഈക്വൽ ടു 1 by v മൈനസ് 1 by u എന്ന കാര്യവും കിട്ടും. ഇനി ഇങ്ങനത്തെ രണ്ട് ലെൻസസ് കമ്പൈൻ ചെയ്താൽ എങ്ങനെയായിരിക്കും ഫോക്കൽ ലെങ്ത് എന്നാണ്. സോ യു ഹാവ് ദി ഫസ്റ്റ് ലെൻസ് ആൻഡ് ദി സെക്കൻഡ് ലെൻസ്. കാഷ്വലായിട്ട് വരച്ചാൽ മതിയെ. ദിസ് ഈസ് ദ കോമൺ പ്രിൻസിപ്പൽ ആക്സിസ്. യു കീപ്പ് ആൻ ഒബ്ജക്റ്റ് ഓവർ ഹിയർ. അവിടെ നിന്ന് ഇങ്ങനെ ലെൻസിലേക്ക് പ്രകാശം വരുന്നു. അപ്പോൾ ഒന്നാമത്തെ ലെൻസ് അതിനെ ഇങ്ങനെ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഇമേജ് അവിടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുക. ബട്ട് യു ഹാവ് എ സെക്കൻഡ് ലെൻസ്. സോ ദാറ്റ് മേക്സ് ദി ആക്ച്വൽ ഇമേജ് ഹിയർ. അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് ഇതായിരിക്കും. ദിസ് വിൽ ബി ദ ഇമേജ് ഡിസ്റ്റൻസ് ഫോർ ദി ഫസ്റ്റ് ഇമേജ് ഫോർമേഷൻ. ബട്ട് യു ഹാവ് എ സെക്കൻഡ് ലെൻസ് ദർ. ആ സെക്കൻഡ് ലെൻസിന് ഇതായിരിക്കും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. So that is the image of the first refraction is the object of the second refraction. So this is the original image formed. അപ്പോൾ നമ്മളിനി ഇതേ ഇക്വേഷൻ അവിടെ എഴുതി നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ലെൻസിന് 1 by f1 is equal to 1 by v1 plus 1 by u എന്ന് കിട്ടും. രണ്ടാമത്തെ ലെൻസിന് എഴുതുകയാണെങ്കിൽ 1 by f2 is equal to 1 by അതിൻ്റെ ഇമേജ് ദാറ്റ് ഈസ് 1 by v പ്ലസ് 1 ഡിവൈഡഡ് അല്ല ഇവിടെ മൈനസ് അല്ലേ. ദിസ് ഈസ് മൈനസ് ആൻഡ് ദിസ് ഈസ് ഓൾസോ മൈനസ്. നന്നായി ശ്രദ്ധിക്കണം ഏതൊക്കെ എഴുതുന്ന സമയത്ത്. ഇറ്റ് ഈസ് v1. ഇനി നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുക 1 by f is equal to 1 by f1 plus 1 by f2 എന്നായിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഈ രണ്ട് ടേമും കൂടെ ക്യാൻസലായി പോയിട്ട് ഈ രണ്ട് ടേംസ് മാത്രമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി ലെൻസിൻ്റെ പവറും നിങ്ങൾ ഓർത്തിരിക്കണം. പവർ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ദ ലെൻസ് P is equal to 1 by f ആയിരിക്കും. പിന്നെ ഒന്നിലധികം ലെൻസുകൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മാഗ്നിഫിക്കേഷൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഈ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കോമൺ പ്രിൻസിപ്പൽ ആക്സിസ് ഇത് എഫ് ആണെന്നിരിക്കട്ടെ. ഈ എഫിനും ലെൻസിനും ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റ് വെച്ചാൽ എവിടെയായിരിക്കും ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ജനറലായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ ദിസ് ലൈറ്റ് റേ പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. രണ്ടാമത്തെ ലൈറ്റ് റേ ഇത് ഒന്നാമത്തെ ലൈറ്റ് റേ ആണ്. രണ്ടാമത്തെ ലൈറ്റ് റേ പോളിൽ കൂടെ കടന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്നതാണ്. അത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യാതെയും കടന്നു പോകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ അകന്നു പോവുക ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഇവിടുന്ന് വന്നതുപോലെ നമുക്ക് തോന്നും. അതായത് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ വലിയൊരു ഇമേജ് അതിൻ്റെ പുറകിലുണ്ടാകുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ നിങ്ങൾ എഫിനും ലെൻസിനും ഇടയിൽ വെച്ച് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ബിഗർ വെർച്വൽ ഇമേജ്. ഇതിനെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ 1 + d/f എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത് വസ്തുക്കൾ വലുതായി കാണാനുള്ള ഒരു സിറ്റുവേഷനാണ്. ഇനി വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിനൊരു മാക്സിമം അധികം വലിപ്പത്തിൽ കാണാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുന്നു. അതും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിങ്ങൾ നോക്കുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒരു ലെൻസുണ്ട്. ആ ലെൻസിൻ്റെ നിങ്ങൾ ഇത് വരയ്ക്കുന്നത് നന്നായി ശ്രദ്ധിക്കണേ. ഇതിൻ്റെ അടുത്താണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. സോ ദിസ് ലെൻസ് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ FO 2 times FO ആണ് ഇത്. ഇവിടേക്കും FO 2 FO.
ഇവിടെ FOയുടെ ചേർന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓരോ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഇമേജ്, മാഗ്നിഫൈഡായ ഒരു ഇമേജ് ഇവിടെ ഉണ്ടാകും. സോ ഇറ്റ് ഈസ് I by ഒബ്ജക്റ്റീവ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഇമേജിനെ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഇതേപോലെ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പായി ലെൻസ് വെച്ച് അവിടുന്ന് നോക്കുന്നു നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മളൊരു ലെൻസ് വെക്കുന്നു. അതിൻ്റെ FE, ഇത് ഐപീസ് ലെൻസ് എന്നാണ് പറയുന്നത്. ഐപീസ് എന്നാണ് പറയുന്നത്, കാരണം നമ്മൾ അതിനകത്തൂടെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഇമേജ് ഇവിടെ ഉണ്ടാകുന്നു. സോ ദിസ് ഈസ് ദ ഫൈനൽ ഇമേജ്. ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു സ്കീം ഡയഗ്രാമാണ് വരച്ചത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് M = LD / FE ആയിരിക്കും. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്യൂബാണ്. D എന്ന് പറയുന്നത് ഇവിടെ കണ്ട ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കേണ്ടത്. ഇനി ടെലസ്കോപ്പും ഉണ്ട്. ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രകാശം ഒരു ഇമേജ് ഇവിടെ ഉണ്ടാക്കുന്നു. ഈ ദൂരം FO ആയിരിക്കും. ഇവിടെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നു. ആ ഇമേജിനെ നിങ്ങൾ അടുത്ത ഒരു ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് നോക്കുന്നു. ഇതാണ്. അപ്പോൾ ഇത് FE ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് FO / FE ആയിരിക്കും. അപ്പോൾ ടെലസ്കോപ്പ് ട്യൂബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് FO + FE ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് നാച്ചുറൽ ഫിനോമിനാസിനെ കുറിച്ചാണ് ചോദിക്കുക. അതായത് എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ ആയിരിക്കുന്ന അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അവിടെ പ്രകാശത്തിൻ്റെ സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ സ്കാറ്ററിംഗ് ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു λ⁴ എന്ന ഒരു കാര്യം റാലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് സ്കാറ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി കുറഞ്ഞ വേവ് ലെങ്തിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന്, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ക്ലിയർ സ്കൈയിലേക്ക് നോക്കുമ്പോൾ അത് ബ്ലൂ കളറായി കാണുന്നു, ഓഷ്യനിലേക്ക് നോക്കുമ്പോൾ അത് ബ്ലൂ കളറായി കാണുന്നു. അതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ബ്ലൂ കളറിന് കൂടുതൽ സ്കാറ്ററിങ് സംഭവിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ വൈകുന്നേരം നിങ്ങൾ സെറ്റിംഗ് സണ്ണിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ബ്ലൂ കളർ അത് സ്കാറ്റർ ചെയ്ത് തീർന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് റെഡ് കളറായിട്ട്, ഏറ്റവും വേവ് ലെങ്ത് കൂടിയ റെഡ് കളറായിട്ട് കാണുന്നു. പിന്നെ നിങ്ങളൊരു വളരെ ക്ലിയറായ സ്കൈയിലേക്ക് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് ഈസ് വൈറ്റ്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പാർട്ടിക്കിൾസ് പോലുള്ള വലിയ പാർട്ടിക്കിൾസ് തട്ടുമ്പോൾ ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ടുള്ള സ്കാറ്ററിംഗ് ആണ് നടക്കുക. അതുകൊണ്ടാണ് അത് വൈറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണെന്ന് പറയുക, റെയിൻബോസിനെ കുറിച്ചാണ്. റെയിൻബോയുടെ ഫോർമേഷൻ നിങ്ങൾക്ക് അറിയാം. വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ നടക്കുന്നു, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നു, വീണ്ടും റിഫ്രാക്ഷൻ നടക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്കും അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകും. ഇവിടെ നിന്ന് സ്പ്ലിറ്റിങ് ആരംഭിക്കുന്നു. ഞാൻ ഇവിടുന്ന് അത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പ്രകാശം ഇങ്ങനെ റെഡ് കളറും ഇത് ഇങ്ങനെ വയലറ്റ് കളറും ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ പ്രൈമറി റെയിൻബോ എന്നാണ് പറയുന്നത്. പ്രൈമറി റെയിൻബോ ഈ രീതിയിലായിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവുക. ഇനി സെക്കൻഡറി റെയിൻബോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പ്രകാശം വന്നു വീഴുന്നു, ഒന്നാമത്തെ റിഫ്രാക്ഷൻ നടക്കുന്നു, ഒന്നാമത്തെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നു, അവിടുന്ന് അടുത്ത ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നു, വീണ്ടും ഇങ്ങനെ വരുന്നു, എന്നിട്ട് സ്പ്ലിറ്റായിട്ട് പ്രകാശം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വയലറ്റും ഇവിടെ നിങ്ങൾക്ക് റെഡുമായിട്ട് ബാക്കിയുള്ള കളറ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റ് കളറുകളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വിബ്ജിയോർ കിട്ടുന്നു. ഇത് സെക്കൻഡറി റെയിൻബോയാണ്. പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും തമ്മിലുള്ള ഈ എക്സ്ട്രാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനിലെ വ്യത്യാസവും കളറിൻ്റെ കോമ്പിനേഷൻ കാണുന്നതിലുള്ള വ്യത്യാസവും നിങ്ങൾ ഓർത്തിരിക്കണം. സെക്കൻഡറി റെയിൻബോ ഒരു അഡീഷണൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ട് കുറച്ച് ഫെയിൻറ്റർ ആയിരിക്കും എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊരു കുറച്ച് സമയം കൊണ്ട് എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് തീർത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക, ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.